എന്തോ ആയോ എന്തോ. നല്ല ഫ്രഷ് മണം. എന്തേടി കൊച്ചിനെ കൊണ്ട് അമ്മൂമ്മയുടേതാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് മുഖത്തൊരു വിഷമം? അതൊന്നുമില്ല. ഇതെന്തോ ചേട്ടാ? ഇത് ചാണകം വെള്ളമൊഴിച്ച് വെച്ചേക്കുക, സ്ലറിയാക്കി. നല്ല വള, ചെടിക്കല്ല ഇട്ടാലേ അടിപൊളിയാ. എന്നാ ഈശ്വരന്റെ പരിപാടി നടക്കട്ടെ, ഞാൻ പോവാ. നീ കാര്യം പറഞ്ഞിട്ട് പോടി. ഒന്നുമില്ലെന്നേ. അമ്മ എന്തെങ്കിലും പറഞ്ഞു? അമ്മ എന്നെ ഒന്നും പറയാറില്ലല്ലോ. പക്ഷേ എന്റെ തോന്നലാണോ എന്തോ, ഞാൻ ഇവിടെ ഒന്നും ചെയ്യാത്ത പോലെ ഒരു ഫീല്. അയ്യോ, അതിന് ഫീൽ ആക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. അജീഷേട്ടന് പോലും അങ്ങനെ തോന്നി. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ ഈശ്വട്ടാ? ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല. അവളുടെ കാര്യങ്ങളൊന്നും ഞാൻ ആരെയും ഏൽപ്പിക്കാറില്ല. അവളുടെ ഏറ്റവും ചെറിയ കാര്യം ഞാൻ ഒറ്റയ്ക്കാ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കെങ്കിലും അവൾ അമ്മയടുത്തൊന്ന് പോകുമ്പോഴാണ് ഞാൻ ആ പാത്രമെങ്കിലും ഒന്ന് കഴുകി കൊടുക്കുന്നത്. പിന്നെ അജീഷേട്ടന്റെ കാര്യം, അജീഷേട്ടൻ്റെ അടുത്ത് അവളെ തരും. പക്ഷെ 5 മിനിറ്റ് കൂടുതൽ അവൾ അജീഷേട്ടൻ്റെ അടുത്ത് ഇരിക്കത്തില്ല. അജീഷേട്ടോട്ട് അവൾ നോക്കത്തുമില്ല. അജീഷേട്ടൻ അപ്പോഴത്തേക്ക് അജീഷേട്ടൻ്റെ ചെടിയുടെ പുറകെ ഇറങ്ങും. എല്ലാം ശരിയാവും. പിന്നെ നീ ഇന്നലെ വാഷിംഗ് മെഷീനകത്തിട്ട് തുണി എടുത്തായിരുന്നു. അയ്യോ, ഞാൻ മോളെ കുളിപ്പിച്ച് കഴിഞ്ഞ് വിരിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ പിന്നെ അവളുടെ ഫുഡിന്റെ പുറകെ അങ്ങ് പോയി മറന്നുമല്ലോ ചേട്ടാ. ഞാനത് വിരിച്ചിട്ടായിരുന്നു. അയ്യോ, ഞാൻ വിരിച്ചിടത്തില്ലായിരുന്നോ? തോന്നുമ്പോഴല്ല വിരിച്ചിടുന്നത്, അതിനകത്തിരുന്ന് ഗുമിഞ്ഞ് നാറും. ഒരു പൊടിയാത്തു. ഞാൻ എന്റെ മനസ്സിലെ ചിന്തയൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യന് ഒന്നും തോന്നുന്നില്ലേ? എടീനൊന്നും മനസ്സിലാക്കാൻ ഒന്നുമില്ല. കൊച്ചൊരു ഇതൊക്കെ വളരുന്നത് വരെ ഇത് ഇങ്ങനെയൊക്കെ തന്നെ. ഇതെല്ലാ ഫാമിലിയിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പണ്ടത്തെ കാലമല്ലല്ലോ ഇന്നത്തെ കാലം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവർ മനസ്സിലാക്കും, ഇല്ലാത്തവരോ മനസ്സിലാക്കണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കി, നമ്മുടെ കുടുംബം നോക്കി നമ്മളങ്ങോട്ട് മുമ്പോട്ട് പോകും. അത്രയേ ഉള്ളൂ. നീ ഇപ്പം പോയി ഒരു ചായ തന്നു. ചായ